ദേ, ഞങ്ങൾ ഈ തുടങ്ങിയിരിക്കുന്ന യാത്ര ബ്ലാക്ക് ഫോറസ്റ്റിലേക്കാണ് കേട്ടോ. കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം പോകണം എന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്ത് നമ്മൾ പോവുകയാണ്. ഇത് ഓട്ടം സമയമാണ് കേട്ടോ. നമ്മൾ എടുത്തിരിക്കുന്ന ഇലക്ട്രിക് കാർ ആയതുകൊണ്ട് അത് മൾട്ടിപ്പിൾ ടൈംസ് ചാർജ് ചെയ്യേണ്ടി വരുവാണ് ഈ ഒരു യാത്രയിൽ തന്നെ, വൺ വേ തന്നെ. അത് ഇച്ചിരി ഒരു അനോയിങ് ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ. കുറേ സമയവും പോവും. അങ്ങനത്തെ ഒരു ഡ്രോബാക്ക് ഉണ്ട് ഈ ഇലക്ട്രിക് കാർ ആകുമ്പം. പിന്നെ നമ്മൾ ഫസ്റ്റ് ഹോൾട്ടിൽ നിന്നപ്പോഴത്തേക്കിന് ഈ ഒരു ഐറ്റം കണ്ടു കേട്ടോ. ഇത് ഒത്തിരി ഇടത്ത് കാണും, എന്നിരുന്നാൽ പോലും ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് കാണിക്കും കേട്ടോ. നമുക്ക് യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഓൺ ദ വേ തുണിയൊക്കെ അലക്കാനുള്ള സൗകര്യം റീസണബിൾ റേറ്റിൽ കണ്ടോ. തുണി അലക്കി ഉണക്കി കിട്ടുന്ന ഇതാണ്. പിന്നെ നമ്മൾ യൂഷ്വലി നമ്മൾ യാത്ര ചെയ്യുമ്പം പിള്ളേർക്കും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള സ്ഥലത്തൊക്കെ ആയിട്ടോ നമ്മൾ കഴിക്കാൻ പോകുന്നത്. കണ്ടോ, ഇങ്ങനത്തെ പ്ലേ ഏരിയ ഉള്ള സ്ഥലങ്ങൾ പൊതുവേ മെക്ഡി, ബർഗർ കിങ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇതൊക്കെ കാണും. അപ്പോൾ പിന്നെ അവർക്കും ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു ടൈം കിട്ടുമല്ലോ. അങ്ങനെ പിള്ളേർ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ സ്ഥിരം ഓർഡർ ചെയ്യുന്ന ഹാപ്പി മീലെത്തി. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത കുറച്ച് ബർഗറും ഫ്രൈസും അതെത്തി. അത് പെട്ടെന്ന് നമ്മൾ ക്വിക്കായിട്ട് കഴിച്ചു. പിന്നെ അടുത്ത ഹോൾട്ടിലെത്തി ചാർജ് ചെയ്യാൻ. അപ്പോൾ ഈ ചാർജിങ് സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്കിനാണ് അറിയുന്നത് നമ്മൾ ചാർജിങ്ങിനായിട്ട് വെച്ച ലൊക്കേഷൻ തെറ്റിപ്പോയി. ഇടത്തോട്ട് പോകേണ്ടതിന് വരെ നമ്മൾ വലത്തോട്ട് പോയി. അതായത് ടുവേർഡ്സ് ജർമ്മനി പോകേണ്ടതിന് വരെ നേരെ ഫ്രാൻസ് പാരീസ് ഡയറക്ഷനിലേക്ക് പോയി. അതുകൊണ്ട് നമ്മൾ 8 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്ത് ബ്ലാക്ക് ഫോറസ്റ്റിൽ എത്തേണ്ടവർ 12 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഈ യാത്ര കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. കാരണം നമ്മൾ ചാർജിങ് സ്റ്റേഷൻ്റെ പേര് സിമിലർ ആയിട്ട് വരും. അപ്പോൾ നമ്മളത് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ലാസ്റ്റത്തെ ഫുൾ പിൻകോഡ് നമ്മൾ ശ്രദ്ധിച്ചില്ല ഇപ്രാവശ്യം. അതുകൊണ്ട് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി. പിന്നെ ആ ഹോൾട്ട് ചെയ്ത സ്ഥലത്ത് നമ്മൾ കുറച്ച് കാപ്പിയൊക്കെ വെൻഡിങ് മെഷീനിൽ നിന്ന് വാങ്ങിച്ച് കുടിച്ച് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്തു. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ. ഈ ചാർജിങ് സ്റ്റേഷനിൽ പല ടൈപ്പുള്ള കോഫി വെൻഡ് ചെയ്യുന്ന മെഷീൻ. നമ്മൾ എടുത്തിരിക്കുന്ന സ്റ്റേ ആണെങ്കിൽ കുറേ കാടിൻ്റെ ഒത്ത നടുവിൽ ഒരു സൊസൈറ്റി മാതിരി ഉണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് പോകുന്ന യാത്ര ഭയങ്കര ഭയാനകമായിരുന്നു. കാരണം ഒന്നും കൂടെ രാത്രിയും കൂടെ ഉണ്ട്. ഭയങ്കര എന്താ പറയുക, ഹെയർ പിൻ കർവും പിന്നെ നല്ല തിക്ക് ഫോറസ്റ്റും ഒക്കെ ആയതുകൊണ്ടേ പിന്നെ നല്ല മിസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സെക്കൻഡ് ഡേ തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്രാവശ്യം വന്നപ്പം വീട്ടിലിരുന്ന് അധികം കുക്കിംഗ് പരിപാടി ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് സൂപ്പർ മാർക്കറ്റിൽ പോയി വേണ്ടിയ ഐറ്റംസൊക്കെ വാങ്ങിക്കാം എന്നിട്ട് കഴിക്കാം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ മസ്റ്റായിട്ട് കഴിക്കേണ്ട ഐറ്റംസൊക്കെ മിക്ക സ്ഥലങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകളിൽ കാണുമല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ ഇവിടുത്തേതും അങ്ങനെ കുറച്ച് വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ കുറച്ച് ക്രൊസോണ്ടൊക്കെ എടുത്തു. പിന്നെ ബാക്കിയുള്ള വേറെ കുറേ ഐറ്റംസ്. എനിക്ക് ഈ ക്രൊസോണ്ട് എടുക്കുന്ന ഈ രീതി, ബ്രെഡ്സൊക്കെ എടുക്കുന്ന ഇവിടുത്തെ ഈ രീതി ഒത്തിരി ഇഷ്ടപ്പെട്ടു. എല്ലാവരും പൊതുവേ ആൾക്കാരിങ്ങനെ കൈയിട്ട് അതെടുത്ത് ഇതെടുത്ത് പലതും ഇട്ട് തൊട്ട് തോണ്ടിയൊക്കെയാണ് എടുക്കുന്നത്. ഈ സെറ്റപ്പ് ഏതായാലും കൊള്ളാം. തോണ്ടി എടുത്തിട്ടിട്ട് വേണ്ടിയത് മാത്രം നമ്മൾ ടച്ച് ചെയ്യുക, എടുക്കുക, ഇടുക. കൊള്ളാം. അത് കഴിഞ്ഞ് നമ്മളോട് ഒത്തിരി പേര് പറഞ്ഞു ഇവിടെ വരുവാണെങ്കിൽ പോർക്കിൻ്റെ പല ടൈപ്പുള്ള ഐറ്റംസ് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനത്തെ ഒന്നാണ് ഇവരുടെ റിൻഡ്വൂർസ്റ്റ് വാങ്ങിച്ചു. പിന്നെ ഇവരുടെ റിൻഡ്വൂർസ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ ഇതുണ്ടല്ലോ സോസേജ്, ഈ സോസേജ് അപ്പം പല മിക്സ് ആയിട്ടുള്ളതുണ്ട്. ചീസ് ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ളതുണ്ട്, പിന്നെ കുറേ സീസണിങ് ഉള്ളതുണ്ട്, സീസണിങ് ഇല്ലാത്തതുണ്ട്. അപ്പോൾ അതിൻ്റെ പലത് നമ്മൾ വാങ്ങിച്ചു. കുറച്ചേറെ നമ്മൾ വാങ്ങിച്ചു കേട്ടോ. കാരണം യാത്ര കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്കിന് കുക്കിംഗ് ഒന്നും അധികം നടക്കത്തില്ലല്ലോ ആദ്യത്തെ 1-2 ദിവസം. അപ്പോൾ അതിനായിട്ടും കൂടെ നമ്മൾ കുറച്ച് വാങ്ങിച്ചു. പിന്നെ ഈ ഒരു ഐറ്റം കൊള്ളാം കേട്ടോ. നമ്മുടെ ലസാനിയ പോലെ ഇരിക്കും, പക്ഷേ വേറൊരു ടേസ്റ്റാണ്. നമ്മുടെ ഓരോ ലെയറിൻ്റെ അകത്ത് കുറേ മീറ്റൊക്കെ വെച്ചിട്ട് അത് നമ്മൾ കുറച്ച് വാങ്ങിച്ചു. കിടിലൻ സാധനമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അവിടെ പോവുകയാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ മറക്കരുത്. ഇതിൻ്റെ പിന്നെ ഇവരുടെ ബേക്കൺ. പിന്നെ ജർമ്മനി ആകുമ്പോൾ പോർക്കിന് ഭയങ്കര ഫേമസ് ആണല്ലോ, അതുകൊണ്ട് ബേക്കൺ വാങ്ങിച്ചു. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ സൈറ്റ് സീയിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്, പിന്നെ വരുന്നതാണ് കുക്കു ക്ലോക്ക്. പിന്നെ അതും കഴിച്ച് വരുമ്പോഴത്തേക്കിന് പിള്ളേർക്കൊക്കെ, നമ്മൾ കൊച്ചു പിള്ളേരായിരുന്ന സമയത്തൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള സ്റ്റോറീസ് അല്ലേ, ഹാൻസൽ ആൻഡ് ഗ്രെറ്റൽ, പിന്നെ ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡ്, റപ്പുൻസൽ, അങ്ങനെ കുറേ ഇങ്ങനത്തെ കഥകളൊക്കെ ബ്ലാക്ക് ഫോറസ്റ്റ് ബേസ് ആയിട്ട് വന്ന കേട്ടോ.
ഇപ്പോൾ ഈ കാണുന്ന സ്ഥലം ത്രിബർഗാണ്, ബ്ലാക്ക് ഫോറസ്റ്റിലെ. അപ്പോൾ നമുക്ക് ഇവിടെയാണ് സ്റ്റേ എടുത്തതും. ഇവിടെ സ്റ്റേ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് അടുത്തുള്ള ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ക്യുക്കായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ത്രിബർഗ് ആണെങ്കിൽ ഫേമസ് ആണ് കേട്ടോ. ജർമ്മനിയിലെ ഹയസ്റ്റ് വാട്ടർഫോൾ എന്ന് പറയപ്പെടുന്ന വാട്ടർഫോൾ ത്രിബർഗ് വാട്ടർഫോളാണ്. അത് ഇവിടെയാണ്. പിന്നെ ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഈ കണ്ട ഒരു പെൺകുട്ടിയുടെ ഡ്രസ്സിങ് വേഷവിധാനത്തിൽ പുള്ളിക്കാരത്തി തലയിൽ തൊപ്പി, ഒരു റെഡ് പോംപോംസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. റെഡ് പോംപോംസ് ഉണ്ടെങ്കിൽ അൺമാരീഡ് ആണ്, ബ്ലാക്ക് പോംപോംസ് ആണെങ്കിൽ മാരീഡ് ആണെന്നാണ് പറയപ്പെടുന്നത്. പണ്ടത്തെ കാലത്തെ വേഷവിധാനങ്ങളെ. ഇത് ത്രിബർഗ് വാട്ടർഫോളിൻ്റെ താഴത്തെ തട്ടാണ് കേട്ടോ. ഇത് മുകളിലേക്ക് നമ്മൾ ഹൈക്ക് ചെയ്ത് പോകണം. ഇച്ചിരി കെയർഫുള്ളായിട്ട് പോയില്ലെങ്കിൽ നമ്മൾ തെന്നിയടിച്ച് താഴെ കിടക്കും. ഭയങ്കര നാരോ ആയിട്ടുള്ള ഹൈക്കിംഗ് ട്രെയിലാണ്. നമ്മൾ പോയത് ഓട്ട സമയമാണ് കേട്ടോ. അതുകൊണ്ട് ഇലകളൊക്കെ നല്ല പഴുത്ത് ഓറഞ്ച് നിറത്തിലൊക്കെ ഇരിക്കുന്ന ഇതും കൂടെ ആയിട്ട് നല്ലൊരു പ്രത്യേക ഫീലാണ്. ത്രിബർഗ് എന്ന് പറയുമ്പം ഇവിടുത്തെ വിച്ചുകളുടെ കാര്യത്തിൽ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ത്രിബർഗിൽ 15 വിച്ചുകളെയാണ് ലാസ്റ്റായിട്ട് തൂക്കിക്കൊന്നത്. വിച്ച് ട്രയൽസ് ഒത്തിരി നടന്നിട്ടുള്ളൊരു സ്ഥലമാണ്. അതൊക്കെ കഴിച്ച് നമ്മൾ നെക്സ്റ്റ് ഡേ ഇതുണ്ടോ കാത്തും അച്ചാച്ചനും കൂടെ ഒരു മിനി അഡ്വഞ്ചറസ് റൈഡിന് പോകാമെന്ന് പറഞ്ഞത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആൽപൈൻ കോസ്റ്റർ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഇത് റൈഡ് ചെയ്യാനായിട്ട് 2 പേരും തിരിച്ചു. ഞാനും കെന്നും കൂടെ താഴെ വെയിറ്റ് ചെയ്തു. കാരണം കെന്നു ഇതിന് ഏജ് അപ്രോപ്രിയേറ്റ് അല്ലല്ലോ. നീ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ ചെയ്യാം, അവനും വലുതാവുമല്ലോ. അപ്പം കുറേ വർഷങ്ങൾക്ക് മുന്നേ ഹോളി റോമൻ സെറ്റിൽമെൻറ്റ് നടന്നിരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ജർമ്മനിയുടെ ഈ ഭാഗത്ത്. അപ്പോൾ റോമൻസ് ആണെങ്കിൽ പറഞ്ഞിരുന്നതാണ് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്, ഇൻഅക്സസിബിൾ ആയിട്ടുള്ളൊരു ഫോറസ്റ്റാണ് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന്. റീസൺ ബീങ് ഇതിൽ നിറഞ്ഞിരുന്ന പൈൻ ആൻഡ് ഫിർ ട്രീ കാരണം ഭയങ്കര ഒരു നിഗൂഢ ലുക്കാണ് ഈ സ്ഥലത്ത്. അപ്പം ആൾക്കാർക്ക് ഇവിടെ ഇൻ പേഴ്സൺ വരുമ്പോൾ തന്നെ ആ ഒരു ഫീല് കിട്ടും. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഒരു ഡ്രൈവ് ഉണ്ട്, അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിലൂടെ നടക്കുമ്പോൾ ഈ മരത്തിൻ്റെ ഇതുകൊണ്ടൊക്കെ ആണോ എന്നറിയില്ല, ഇതിപ്പോൾ ഓട്ടസമയമുണ്ട്, ഇലയൊക്കെ പൊഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇച്ചിരൂടെ എന്തെങ്കിലുമൊക്കെ കാണാം. അല്ലാത്ത സമയത്താണെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ ഇതെങ്ങനെ ഇരിക്കും. നല്ല ഇച്ചിരൂടെ നല്ല ഇരുണ്ട് തിക്കായിരിക്കും. അപ്പോൾ ഇതാണ് അവരെടുത്ത കോസ്റ്റർ റൈഡ്. ഇതിപ്പോൾ 2 പേരെ വെച്ചുകൊണ്ട് നമുക്ക് ഓടിച്ചു പോകാൻ പറ്റും കേട്ടോ. പുറകോട്ട് പുള്ളി ചെയ്താൽ ആക്സിലറേറ്റ് ചെയ്യാം, മുന്നോട്ട് പുള്ളി ചെയ്താൽ ബ്രേക്ക് ചെയ്യാം. ഒരു അത്യാവശ്യം ഗ്യാപ്പിലിട്ട് വേണം മുന്നിലത്തെ റൈഡറുമായിട്ട് വെച്ച് നമുക്ക് ഓടിച്ചു പോകാൻ വേണ്ടിയിട്ട്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നെന്നാണ് ഇവർ പറയുന്നത്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ലൊരു ഡിഫറെൻറ്റ് ഫീൽ തന്നെയാണ് ഇത് ഓടിച്ചു പോകുമ്പോൾ തന്നെ. ഇച്ചിരി അഡ്വഞ്ചറസ് ആണെന്ന് ചോദിച്ചാൽ ആണ്, അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല എന്നും വേണമെങ്കിൽ പറയാം. കണ്ടോ, ഇത് താഴോട്ട് വീണാൽ തന്നെയും അത്ര വലിയ അഗാധമായിട്ട് പരിക്ക് വരാൻ ചാൻസ് കുറവാണ്. വരുന്നാൽ പോലും ഒരു കിടലൻ സംഭവം തന്നെയാണ്. അങ്ങനെ ഇവരുടെ കോസ്റ്റൽ റൈഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് തിരിച്ചു കേട്ടോ. പോകുന്ന വഴിയുള്ള കാഴ്ച കണ്ടോ, ഭയങ്കര മിസ്റ്റായിരുന്നത്. ഓട്ട സമയം കൂടെ ആകുമ്പോഴേക്കും ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. ഞങ്ങൾ ത്രിബർഗിലാണല്ലോ നിന്നത്. ത്രിബർഗ് എന്ന് മാത്രമല്ല, ജർമ്മനി ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഫുൾ വിച്ച് ക്രാഫ്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നൊരു സ്ഥലമാണ് ബ്ലാക്ക് ഫോറസ്റ്റ്. അതിനെ ചുറ്റിപ്പറ്റി കുറേ ദുരൂഹ മരണങ്ങളും നടന്നിട്ടുള്ള സ്ഥലമാണ്. പിന്നീട് ഈ ഹോളി റോമൻ എംപയർ സമയം സെറ്റിൽമെൻറ്റ് നടന്ന സമയത്ത് ഈ വിച്ച് ട്രയൽസ് കുറേ നടന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ താമസിച്ച ത്രിബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വിച്ച് ഹാങ്ങിങ്സ് നടന്നിട്ടുണ്ട് കുറേ. ക്യാപിറ്റൽ ഓഫ് ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്ന ഫ്രൈബർഗ്. ഇവിടെ യൂണിവേഴ്സിറ്റികളും കുറേ ഇന്ത്യൻ സ്റ്റുഡൻസ് ഇവിടെ പഠിക്കാൻ വരുന്നുണ്ട് കേട്ടോ ഫ്രൈബർഗിൽ. പിന്നെ ഇത് സ്റ്റുഡൻറ്റ് സിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, കാരണം കുറേ യൂണിവേഴ്സിറ്റികളൊക്കെ ഉള്ളതുകൊണ്ട്. ഫ്രൈബർഗിൽ മെയിനായിട്ട് വന്നത് ഇവിടുത്തെ ഒരു പോർക്ക് നക്കിൾ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഷോപ്പിംഗ് ഒക്കെ ഇച്ചിരി ചീപ്പാണെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കിട്ടും. അപ്പോൾ പോർക്ക് നക്കിൾ കഴിക്കാൻ വേണ്ടി മാർക്കറ്റ് ഹാൾ മാർട്ടിൻ ബ്രൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ബിയർ ഗാർഡനിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ബിയർ ഗാർഡൻ എന്നൊന്നും പറയാൻ പറ്റില്ല. യൂഷ്വലി അത് വെളിയിലുള്ള സെറ്റപ്പാണല്ലോ, അതായത് ഔട്ട്സൈഡ് ഇങ്ങനെ ബെഞ്ച് പോലെയൊക്കെ ഇട്ടിട്ട് കുടിക്കുന്ന സംഭവമുള്ളൂ. അത് ബ്രൂവറിയാണ്, ബിയർ ബ്രൂ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പം ഒരു ചെറിയ രീതിയിൽ ആ ഒരു ഇൻഡോർ സെറ്റപ്പ് അത് ഇതുപോലെ വന്നു. ഇവിടുത്തെ പോർക്ക് നക്കിൾ മസ്റ്റായിട്ട് കഴിക്കേണ്ട ഒരു സാധനം കേട്ടോ. പോർക്ക് നക്കിൾ വിത്ത് ഡംപ്ലിങ്സ് ആൻഡ് അതിൻ്റെ മണ്ടയ്ക്ക് ഒഴിക്കുന്ന സോസ്.
നല്ലതായിരുന്നു. പക്ഷെ ചൂടോടെ കഴിക്കണം ഡംപ്ലിങ്സ്, അത് അല്ലെങ്കിൽ അത് കൊള്ളത്തില്ല. പിന്നെ ഇവരുടെ ടൈപ്പ് ഒരു പാസ്ത, പിന്നെ പോർക്ക്, ഷ്രെഡഡ് പോർക്കും, ഷ്രെഡല്ല പുൾഡ് പോർക്ക്, അത് കഴിച്ചു. പിന്നെ മറ്റേത് ബ്രിസ്ക്കറ്റ് പോലത്തെ ഒരു സാധനം. പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്, അത് ഇവിടെ വന്നിട്ട് എവിടെ കഴിക്കാൻ പോയാലും നമ്മൾ ഓർഡർ ചെയ്ത് കഴിക്കും. പക്ഷെ ഫ്രൈബർഗിലെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ഫില്ലിങ്ങും നല്ല ക്രീമും പിന്നെ ആവശ്യത്തിന് ചെറിയ പുളിയും ഒക്കെ ഉണ്ട്. നല്ലതായിരുന്നു, വെരി നൈസ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഒന്നും അല്ല മക്കളെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. ഉയ്യോ, ഇത് കിഡലനാണ്. അതൊക്കെ എന്നത്. പിന്നെ നമുക്കത് ഓഫ് കോഴ്സ് ഇത് തന്നെ നമുക്ക് അവിടെ കിട്ടത്തില്ല, അത് വേറൊരു കാര്യം. പക്ഷേ സംഭവം സൂപ്പർ. ഇവിടെ വരുമ്പോൾ എത്രയാണെന്ന് വെച്ചാലും വാങ്ങിച്ചു കഴിച്ചോളൂ. അത് കഴിഞ്ഞ് നമ്മൾ പോയി ഷോപ്പിംഗ്, വിൻഡോ ഷോപ്പിംഗ് എന്ന് പറയാം. വിൻഡോ ഷോപ്പിംഗ്. പിന്നെ ഇതുണ്ടോ, കാണുന്നിടത്തൊക്കെ എല്ലായിടത്തും ടവറുണ്ട്, പിന്നെ അങ്ങനത്തെ ബിൽഡിംഗ് ഉണ്ട്. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഈ സിറ്റിയിലൂടെ തെരാപ്പാറ നമ്മൾ നടന്നു കേട്ടോ. അങ്ങനെ കടയിലെ വിലയിൽ 10 യൂറോ 12 യൂറോ എന്നൊക്കെ കണ്ട് അകത്തോട്ട് കയറിയതാണ്. നല്ല കളക്ഷനൊക്കെ കാണുമെന്ന് വിചാരിച്ചു. റേറ്റൊക്കെ തുച്ഛമാണ്, ബട്ട് അത്ര വലിയ നല്ലതൊന്നും ഇഷ്ടപ്പെട്ടത് കണ്ടില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ എടുത്തും തിരിച്ചും പറിച്ചും നോക്കിയിട്ട് അതേ സ്പീഡിൽ തന്നെ ആ കടയിൽ നിന്ന് നമ്മൾ ഇറങ്ങി. എല്ലാ സ്ഥലങ്ങളെയും പോലെയും ഈ സിറ്റിയിലും ഉണ്ട് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട കുറേ കത്തീഡ്രലുകളും പിന്നെ മ്യൂസിയവും ഒക്കെ. ഇനി ഈ ഒരു അന്തരീക്ഷത്തിൽ, അതായത് ഈ മിസ്റ്റൊക്കെ മൂടിക്കണ്ട ഒരു 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 പ്രത്യേക ഒരു ഫീലാണ്. ഒന്ന് നടന്നു പോകുന്ന കാണുന്നതും ഈ രാത്രിയിലൂടെ ഈ മിസ്റ്റിൻ്റെ ഇടയ്ക്കൂടെ ഈ സ്ഥലങ്ങളിലൂടെ എക്സ്പ്ലോർ ചെയ്യുന്നത് കാണാൻ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്കുണ്ടോ കെന്നിക്കുട്ടൻ കിട്ടിയ ഗ്യാപ്പിൽ കൊണ്ട് ആ ഓടയ്ക്കകത്ത് കൊണ്ട് കാലിട്ട് മുക്കിക്കളിക്കുന്നത്. ഇതാണ് പിള്ളേരെ കൊണ്ട് പോകുമ്പോഴുള്ള രസം. അങ്ങനെ ഈ കത്തീഡ്രൽ കണ്ടപ്പോൾ ഒന്ന് കയറി പ്രാർത്ഥിക്കാമെന്ന് തോന്നി. നിങ്ങൾക്കും ഒരു വിശ്വാസമുണ്ടോ? അതായത് അല്ലെങ്കിൽ വിശ്വാസം എന്നല്ല, ഒരു രീതിയുണ്ടോ ആദ്യമായിട്ടൊരു പള്ളിയിൽ പോകുമ്പോൾ 3 വിഷ് ചെയ്യുക എന്നുള്ളത്? ഞാനതിപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ഏതെങ്കിലും പള്ളിയിൽ ആദ്യമായിട്ട് കയറുവാണെങ്കിൽ അവിടെ നമ്മൾ 3 വിഷ് എന്തായാലും പറയാതിരിക്കില്ല ഞാൻ. നിങ്ങളും വിഷ് ചെയ്തോളൂ, ട്രൈ ചെയ്ത് നോക്ക്, പറയാൻ പറ്റത്തില്ല വിഷ് ഏതെങ്കിലും ഫലിച്ചെങ്കിലും. അങ്ങനെ കത്തീഡ്രൽ കുറച്ച് നേരം സ്വസ്ഥമായി പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും വെളിയിലേക്ക് ഇറങ്ങി. ഇത് വെളിയിൽ നിന്ന് കാണാനുള്ള ഭംഗി ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഈ ഫ്രൈബർഗ് കത്തീഡ്രലാണ് ഫ്രൈബർഗിൽ വരുമ്പോൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഐക്കോണിക് ലാൻഡ് മാർക്ക്. മിഡിൽ ഏജിൻ്റെ സമയത്ത് ആകെക്കൂടെ പണി ചെയ്യപ്പെട്ട ഒരു ഗോത്തിക് കത്തീഡ്രലാണ് ഈ ഫ്രൈബർഗ് കത്തീഡ്രൽ. യൂറോപ്പിലെ ഒട്ടുമിക്ക കത്തീഡ്രലുകളും ഗോത്തിക് സ്റ്റൈലിലാണ് പണിതിരിക്കുന്നത്. പക്ഷേ ആ സമയത്ത് ആ കൂടെ ഈ ഒരു കത്തീഡ്രൽ മാത്രമേ ആ സ്റ്റൈലിൽ പണിതിട്ടുള്ളൂ. പിന്നെ ഇത് കണ്ടോ, വളരെ പുരാതനമായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് തന്നെ കാണാം. ഈ ബിൽഡിങ്ങൊക്കെ പഴയ സ്റ്റൈലിൽ ഇങ്ങനെ പണിത് അവരത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിൻ്റെ പ്രത്യേകത. ഈ ചുമല നിറത്തിലുള്ള ബിൽഡിംഗ് മെർച്ചൻസ് ഹോളാണ് കേട്ടോ. കുറേ എന്നറിനെ മാർക്കറ്റ് ഹോൾ പോലെ തന്നെ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ വിൽക്കുകയും പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ അത് ഒരു ഇവൻറ്റ് ഹോളായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഇതിനകത്ത് ഒരു കോർട്ട്യാർഡ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ അകത്ത്.
ഇതിനകത്ത് കയറിയിട്ട് ഇതേ മുകളിലേക്ക് നോക്കിയപ്പോഴാണ് നമ്മുടെ വീടിൻ്റെയൊക്കെ പഴയ വീടിൻ്റെയൊക്കെ തറവാടിൻ്റെയൊക്കെ മുകളിൽ ഉണ്ടല്ലോ സീലിംഗ് മാതിരി ആ ഒരു ഫീല് വന്നു. ഇപ്പോൾ പറഞ്ഞ പോലെ ഇതുണ്ടോ, ഇതൊരു ചെറിയൊരു കോർട്ട്യാർഡ് മാതിരിയൊക്കെ ഒരു ചെറിയ ഇവൻറ്റ്സ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്. പണ്ടത്തെ കാലത്ത് ആൾക്കാർ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് മെർച്ചൻസൊക്കെ സാധനങ്ങൾ വിൽക്കാനായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കാറുണ്ടെന്നാണ് പറയപ്പെട്ടിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി. TK Maxx പോകണം എന്ന് വളരെയധികം ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ കേട്ടോ. ഇവിടെ അങ്ങനെ എല്ലായിടത്തും ഒന്നും കാണാറില്ല, ജർമ്മനിയിൽ മാത്രമേ അത് കുറച്ച് കണ്ടുവരാറുള്ളൂ. അപ്പം അവിടുന്ന് കുറച്ച് ജാക്കറ്റ്സും കോട്ടുകളൊക്കെ വാങ്ങിച്ചു, ഇഷ്ടപ്പെട്ടതൊക്കെ ഇട്ട് നോക്കി വാങ്ങിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്ന വഴി സ്ട്രീറ്റ് മ്യൂസീഷ്യൻ ഇരുന്ന് പാട്ട് പ്ലേ ചെയ്യുന്ന കണ്ടോ. ഒരു ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻ്റ് അല്ലേ? ഏതാ ഇൻസ്ട്രുമെൻ്റ് എന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണേ. അങ്ങനെ നമ്മൾ തിരിച്ച് ത്രിബർഗിലെത്തി കേട്ടോ. രാത്രിയത്തെ ലുക്ക് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലത്തും, എസ്പെഷ്യലി ഈ യൂറോപ്പ് സ്ഥലങ്ങളിലൊക്കെ രാത്രിയിൽ സിറ്റികളും അല്ലെങ്കിൽ ടൗൺഷിപ്സൊക്കെ കാണാൻ വളരെ ഭംഗിയാണ്. നല്ലതായിരുന്നു ഈ രാത്രിയിലും ഇവിടെ വന്നത്. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ നമ്മൾക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. നമ്മൾ പൊതുവെ യാത്ര ചെയ്യുമ്പം ഒരു സ്ഥലത്ത് പോയിട്ട് അടുത്ത സ്ഥലത്ത് ഇങ്ങനെ ഓടി നടന്ന് കാണത്തില്ല കേട്ടോ. ഏതാണ് സ്ഥലം ചൂസ് ചെയ്യുന്നത് അത് മാക്സിമം നല്ല രീതിയിൽ സ്ലോ ആയിട്ട് കണ്ട് തീർക്കുക എന്നുള്ളതാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന രീതി. അപ്പോൾ നമുക്ക് ഒത്തിരി ടീഡിയസ് ആയിട്ട് തോന്നത്തില്ല, റിലാക്സ് ചെയ്യാനും പറ്റും, ഫുള്ള് നമുക്ക് കണ്ട് തീർക്കാനും പറ്റും. ബ്ലാക്ക് ഫോറസ്റ്റ് മരപ്പണികൾക്ക് ഭയങ്കര ഫേമസ് ആയിട്ടോ. ഇതുണ്ടോ, ഒരു കടയുടെ മണ്ടയ്ക്കുള്ള മെക്കാനിക്കൽ മൂവ്മെൻറ്റ്സ് കാണിക്കുക. ഹൗസ് ഓഫ് 1000 യൂറോ എന്ന് പറയുന്ന ഈ കട രണ്ടിടത്തുണ്ട് ട്രിബർഗിൽ. അപ്പം അത് ഈ ഒരു കടയുടെ മണ്ടയ്ക്കും നമ്മളത് കണ്ടു. അങ്ങനെ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് കുക്കു ക്ലോക്ക് രാത്രിയിൽ ഞങ്ങൾ ആരും ഇല്ലാത്ത സമയത്ത് വന്ന് കാണുക കേട്ടോ. ഇതാണ് സംഭവം. ഈ കാണുന്നതാണ് വേൾഡ്സ് ബിഗ്ഗസ്റ്റ് കുക്കു ക്ലോക്ക്, രാത്രിയിലുള്ള വ്യൂ. പക്ഷേ കറക്റ്റ് ഒരു 7 മണിയൊക്കെ ആകാറാകുമ്പോഴത്തേക്കിനായിരുന്നെങ്കിൽ ആ കുക്കു വെളിയിൽ വരുന്നത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ രാത്രി ആയതുകൊണ്ടും പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടി വന്ന് കാണാൻ, തിരക്കൊന്നും ഇരിക്കുന്ന സമയമായിരിക്കുന്നു വെച്ച് വന്നതാണ്. ഒട്ടും തിരക്കില്ലായിരുന്നു, ഒരൊറ്റ മനുഷ്യരില്ലായിരുന്നു. പക്ഷേ നല്ലതായിട്ടോ. ഇപ്രാവശ്യത്തെ കറക്കമൊക്കെ കൂടുതലും രാത്രിയില്ല ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തത്. ഇതിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് ഈ ക്ലോക്ക്സ് വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വേൾഡ്സ് ലാർജസ്റ്റ് കുക്കു ക്ലോക്ക് പകലിൽ എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ആ സെയിം സംഭവം നമ്മൾ രാവിലെ കാണാനായിട്ട് വന്നു. അങ്ങനെ കുക്കു അടിക്കുന്ന കേൾക്കാൻ വേണ്ടിയിട്ടതേ നമ്മൾ കറക്റ്റ് സമയമായപ്പം വന്നിരിക്കുക കേട്ടോ. കാത്തിരുന്ന് പിള്ളേരുടെ വേര് കിളുത്തു. എന്നാലും കാണാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കുക്കു അടിച്ചത് കേട്ടതിന് ശേഷം നമ്മൾ അകത്തെ മെക്കാനിക്കൽ വർക്ക് കാണാമെന്ന് വെച്ച് അകത്തോട്ട് കയറിയതാണ്. അപ്പോഴാണ് അവർ പറയുന്നത് ചില്ലറയുണ്ടെങ്കിൽ നമ്മൾക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മുടെ ഈ ചില്ലറയില്ല, എല്ലാം കാർഡ് കൊണ്ടല്ലേ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് പുറകെയുള്ള ക്ലോക്ക് വിൽക്കുന്ന കടയിലേക്ക് നമ്മൾ പോയി കേട്ടോ. നല്ല രസമുണ്ട്, ആ തൊപ്പി ഇരിക്കുന്നുണ്ടോ. ഒന്ന് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ വാങ്ങിച്ചില്ല കേട്ടോ. ഇതുകൊണ്ട് നമ്മൾ ഇട്ടുകൊണ്ട് എങ്ങോട്ടും പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇതിനകത്ത് ഈ സംഭവങ്ങളൊക്കെ കണ്ട് ഈ മനുഷ്യനിരുന്ന് അനങ്ങുന്ന കണ്ടു. പണ്ടത്തെ കാലത്തെ കുക്കു ക്ലോക്ക് ഉണ്ടാക്കുന്നവരുടെ ഡ്രസ്സിങ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെ നമ്മളൊരു ക്വാർട്സ് കുക്കു ക്ലോക്ക് വാങ്ങിച്ചുകൊണ്ട് പോയി കേട്ടോ.
മെക്കാനിക്കലാകുമ്പോൾ നമ്മൾ തന്നെ ആഴ്ചയ്ക്ക് തിരിക്കണം. പിന്നെ അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ക്വാർട്സാണോ മെക്കാനിക്കലാണോ എന്ന് അറിയുന്നത്, അതിൻ്റെ താഴെ തൂങ്ങിക്കിടക്കുന്ന ആ കോണിൻ്റെ സംഭവത്തിന് വെയിറ്റ് ഉണ്ടെങ്കിൽ അത് മെക്കാനിക്കലാണ്. അപ്പോൾ നമ്മൾ ക്വാർട്സ് വാങ്ങിച്ചുകൊണ്ട് നമ്മൾ പോയി. അത് കഴിഞ്ഞ് ഇത് ലാസ്റ്റ് ഡേ ആയാണ്. അപ്പം നമ്മൾ ട്രിബർഗിലെ ബേക്കറി കയറി നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും പിന്നെ ജർമ്മൻ പേസ്ട്രീസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പം നമ്മൾ കുറച്ച് ഡിഫറെൻറ്റ് പേസ്ട്രീസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അടുത്തത് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതൊക്കെ കഴിഞ്ഞതേ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. ഗെൻറ്റിൽ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ നമ്മൾ നിരത്തി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വെച്ചെല്ലാം റെഡിയാക്കാൻ പോവാണ്. നേരത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നല്ലോ നമ്മുടെ ഫ്ലോറിങ്ങിന് എന്തോ പ്രോബ്ലം വന്നെന്ന്. നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഹൗസ് ഓണറിനോട് കാര്യം പറയണം കേട്ടോ. അപ്പോൾ അവരതനുസരിച്ചിട്ടുള്ള ആൾക്കാരെ വരുത്തി നമ്മൾക്ക് സൊല്യൂഷൻസ് കണ്ടെത്തി റീപ്ലേസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അങ്ങനെ നെക്സ്റ്റ് ഡേയിലെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞതേ നമ്മൾ പെട്ടി പൊട്ടിക്കൽ ചടങ്ങാണ്. കുക്കു ക്ലോക്ക് നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ വാങ്ങിച്ച ക്വാർട്സ് ക്ലോക്ക് കേട്ടോ, അതായത് നമ്മൾ ബാറ്ററി ഇട്ട് ഓടുന്ന സംഭവം. ഇതാണെങ്കിൽ എല്ലാ ആഴ്ചയിലും നമുക്ക് തിരിക്കണ്ടല്ലോ, ഇതാണ് നമുക്ക് സൗകര്യവും. ഇതിനാണെങ്കിൽ നൈറ്റ് ഡിറ്റക്ടറും ഉണ്ട്. രാത്രിയിലാണെങ്കിൽ ഇത് സൗണ്ട് വെക്കത്തില്ല, വെട്ടം വരുമ്പോൾ മാത്രമേ സൗണ്ട് വെക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സെൻസറൊക്കെ ഉള്ളതുകൊണ്ടും വളരെ നല്ലതാണ്. ഇതിൻ്റെ കൊത്തുപണി ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കിഴിമാറിക്ക് അങ്ങനെ കുക്കു ക്ലോക്കൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അടുക്കി പെറുക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേ ലഞ്ച് ടൈം കേട്ടോ. നമ്മൾ നേരത്തെ വാങ്ങിച്ചില്ലേ ആ സംഭവമാണ് ഈ സംഭവം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. You say it's hard to tell just what I'm thinking. You think it's hard to see behind my smile. I'll say whatever you want, let you walk into my heart if you want to. You can ask anything, no walls between us, ain't no mess. I'ma tell you all my secrets. You can ask anything, no walls between us, ain't no mess.
secrets. No, 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 no secrets.